ആദില നൂറ വിഷയം വന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഒപ്പീനിയൻ മാറ്റം ഉണ്ടായിരുന്നു. മീൻസ് ലക്ഷ്മിയാണ് അതിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാബു എന്താ പറയണേ? ആദില നൂറ എന്ന രണ്ട് വ്യക്തികളെ എങ്ങനെ കാണുന്നത്? അവരുടെ ഒരു കമ്പാനിയൻഷിപ്പിനെ എങ്ങനെ കാണുന്നത്? അവര് ഒരിക്കലും ഒരു 6-7 years ആയിട്ട് മനസ്സിലായി ടുഗദർ ആണ്. അപ്പം അതൊരു സ്ട്രോങ് ബോണ്ട്, സ്ട്രോങ് റിലേഷൻ ആണ്, ഭയങ്കര ആഡ്മിറബിൾ ആണ്, റെസ്പെക്ട്. പിന്നെ അവർ രണ്ടും എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പം ഞാൻ എന്തായാലും സപ്പോർട്ടേ ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം സപ്പോസ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടും ഇങ്ങനെ ജീവിച്ച് വരുന്ന ഒരു സംഭവം ഇല്ലേ. അപ്പൊ ചിലവർക്ക് നമ്മൾ ഈ സൊസൈറ്റിയിൽ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലായിരിക്കും. പക്ഷെ ആരെയും ഹേർട്ട് ചെയ്യാതെ ലിവ് ആൻഡ് ലെറ്റ് ലിവ്, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ചേഞ്ച് ചെയ്യാനും പറ്റൂല. അവരുടെ അവര് അങ്ങനെയാണ് എന്നുള്ളതാ. എനിക്ക് ആദില എന്ന് പറയും ഭയങ്കര ഒരു ഇൻസ്പയറിങ് എന്ന് പറഞ്ഞാൽ അവരാണ് കപ്പിൾ ഗോൾസ് ഞാൻ പറയും. പിന്നെ ഡെഫിനറ്റ്ലി